പാറ്റേണിലേക്ക് മാറും. ഒപ്പം 4 വർഷ പാറ്റേണിലാണെങ്കിൽ പോലും കുട്ടികൾക്ക് വളരെയധികം ഫ്ലെക്സിബിലിറ്റി നൽകുന്ന, മൊബിലിറ്റി നൽകുന്ന ഒരു സ്കീമാണ് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒട്ടാകെ ആവിഷ്കരിച്ചിരിക്കുന്നത്. നമ്മുടെ 10 ദിവസത്തെ പ്രോഗ്രാംസ്, ഇൻഡക്ഷൻ ബ്രിഡ്ജ് പ്രോഗ്രാം സമാപിക്കുമ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുമ്പം ഈ കോളേജിൽ വന്നതിന് ശേഷമുള്ള ആദ്യ സർട്ടിഫിക്കറ്റുകളാണ്. 2013 ഈ കോളേജ് ആരംഭിക്കുമ്പോൾ അന്നും നമ്മൾ ബ്രിഡ്ജ് പ്രോഗ്രാം നടത്തിയെന്ന് 5 ഡേ ബ്രിഡ്ജ് പ്രോഗ്രാം ആയിരുന്നു. പിന്നീടാണ് ഈ വർഷമാണ് AICT ബ്രിഡ്ജ് പ്രോഗ്രാമിന്റെ പേര് പറയുന്നത്. UGC 2 മാസങ്ങൾ മുമ്പാണ് ആ ബ്രിഡ്ജ് പ്രോഗ്രാമിനെ പറ്റി ആദ്യമായി പറയുന്നത്. അപ്പൊ അതിനു മുമ്പ് തന്നെ നമുക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കുവാനും കോളേജുമായിട്ട് നല്ലൊരു റാപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കുവാനും ഈ ബ്രിഡ്ജ് പ്രോഗ്രാം ഉപകരിച്ചു എന്ന് സംശയമില്ല. ഞാൻ ഏറെ സന്തോഷവാനാണ്. കാഞ്ഞിരപ്പള്ളി രൂപതയുടെ അഭിവൃദ്ധി പിതാക്കന്മാർ 2 പേരെത്തിയതിനു ശേഷം ഈ ലേഖി കമ്മീഷന്റെയും അതോടെ സാധാരണ ജനങ്ങളുടെയും ഏറ്റവും പരമോന്നതമായ പദവി അലങ്കരിക്കുന്ന വ്യക്തിത്വമാണ് ശ്രീ VC സെബാസ്റ്റ്യൻ സാറിൻ്റേത്. ഞാൻ സാറോടെ വന്നിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളെക്കാളൊക്കെ 5-6 വർഷം സീനിയറായിട്ടാണ് സാറ് പഠിച്ചത്. ആ കാലത്ത് സാർ വിദ്യാർത്ഥി രാഷ്ട്രീയമുണ്ട്. അപ്പോൾ ആ കാലത്ത് തീ പാറുന്ന പ്രസംഗത്തിന് ജോർജ് ആസി സാറിൻ്റെ 1 വർഷം ജൂനിയറാണ്. ഇവർ 2 പേരുമായിരുന്നു ആ കാലഘട്ടത്തിൽ വളരെ ഭയങ്കരമായ തീ പാറുന്ന പ്രസംഗങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള മികച്ച വാഗ്മിയായിരുന്നു അദ്ദേഹം. പിന്നീട് അദ്ദേഹം തൻ്റെ സമയവും പണവും ഒരുപക്ഷെ കത്തോലിക്ക സഭയുടെ വിവിധ സ്ഥാപനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി കാഴ്ചവെക്കുന്ന വ്യക്തിയായി മാറിയിരിക്കുന്നു. സാറിൻ്റെ സാന്നിധ്യം ഞങ്ങൾ അങ്ങേയറ്റം സന്തോഷപ്പെട്ടിലാക്കിയിരിക്കുന്നു. ഈ കുട്ടികൾക്ക് തീർച്ചയായും ഒരു ഇൻസ്പിറേഷനായി മാറും. ഒരിക്കൽ കൂടി സെന്റ് ആനീസ് കോളേജ് ഫാമിലിയുടെ പേരിൽ ഞാൻ സാറിനെ ഊഷ്മളമായി ഈ കോളേജിലേക്ക് സ്വാഗതം നേരുകയാണ്. വന്ന് ഇരുന്നപ്പോൾ തന്നെ എനിക്ക് ജയറാണി മാമനെ പറ്റി 100 അഭിപ്രായമായി. ഞാൻ സ്മാർട്ടാണെന്ന് നേരിട്ട് പറയുകയും ചെയ്തു. നല്ല മികച്ചൊരു അധ്യാപികയാണ്. തങ്ങൾ പഠിപ്പിക്കുന്ന മുഴുവൻ കുട്ടികളും പഠിച്ച് നല്ല നിലയിൽ പാസ്സാകണമെന്ന മനസ്സുകൊണ്ട് ആഗ്രഹമുള്ള ഒരു പാഷനേറ്റ് ആയിട്ടുള്ള അധ്യാപികയാണ് എന്നെനിക്ക് മനസ്സിലായി. ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്നതാണ്. ഗവൺമെന്റ് പറഞ്ഞ രീതിയിലൊക്കെ പഠിപ്പിച്ചാൽ മതി. എക്സ്ട്രാ മൈലും എക്സ്ട്രാ ടൈമും എടുത്ത് ആ സ്കൂളിനെ ഉന്നതിയിലേക്ക് കൊണ്ടുവരുന്ന ദീർഘമായ കാഴ്ചപ്പാടുള്ള മാമാണ് ജയറാണി മാം. മാമിനെ ഞാൻ ഒരിക്കൽ കൂടി കോളേജിന്റെ പേരിൽ ഊഷ്മളമായ സ്വാഗതം നേരുകയാണ്. ഈ സമുദായ രംഗത്തേക്ക് അധികായകൻ അഡ്വക്കേറ്റ് ഒക്കെയാണ്. അദ്ദേഹത്തിനും ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. ഞാൻ ചുരുക്കുകയാണ്. പണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കഥ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഗംഗാ തീരത്ത് മഹാപണ്ഡിതനായ ഒരു മനുഷ്യൻ ഒരു തോണിയിൽ കയറി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ അധ്യാപകർക്കും ഈ ഗുരുക്കന്മാർക്കും പൊതുവിൽ പോകാൻ ഏതെങ്കിലും ഒരു അഡ്വൈസ് പറഞ്ഞിട്ട് പോകുക. കാരണം ഞങ്ങളാണ് സൂര്യനെ ഫ്രീ ആയിട്ട് അഡ്വൈസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഞങ്ങൾ അധ്യാപകർ നിർവഹിക്കുന്നത്. അപ്പൊ കയറിയപ്പോൾ തന്നെ ഈ വലിയ പറഞ്ഞു, നീ വേദങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇവിടെ പറഞ്ഞു, ഇല്ല ഞാനൊന്നും പഠിച്ചിട്ടില്ല, എനിക്കൊരു കാര്യം എന്നാൽ തോണി തൊഴുകയാണല്ലോ. അപ്പോൾ നിന്റെ ജീവിതത്തിലെ പകുതി ഭാഗം പോയി എന്ന് പറഞ്ഞു. അപ്പം വീണ്ടും ചോദിച്ചു, ബാക്കി നീ ഉപനിഷത്തൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പഠിച്ചിട്ട് എനിക്ക് എൻ്റെ ആവശ്യം വന്നിട്ടില്ല ഇതുവരെ. അപ്പൊ പറഞ്ഞു, ആ പകുതി പോയതിന്റെ പകുതി ജീവിതങ്ങൾ നിന്റെ പോയെന്ന് പറഞ്ഞു. അപ്പൊ ഭയങ്കര കൊടുങ്കാറ്റുണ്ടായി. കൊടുങ്കാറ്റുണ്ടായപ്പോ തോണിക്കാരൻ ചോദിച്ചു, അന്നൊന്ന് നീന്താൻ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, എനിക്കെന്റെ ആവശ്യം വന്നില്ല, എന്നാൽ കൊടുങ്കാറ്റാണ്, ഞാൻ രക്ഷപ്പെടുകയാണെന്ന് പറഞ്ഞിട്ട് തോണിക്കാരൻ ചാടി നീന്തി രക്ഷപ്പെട്ടു. ഇദ്ദേഹം വെള്ളത്തിൽ മുങ്ങിപ്പോയി എന്നാണ് കഥയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർണന്റെ സന്ദേശം വളരെ സുവ്യക്തമാണ്. അക്കാഡമിക് നോളജിനോടൊപ്പം തന്നെ പ്രായോഗികമായ പരിജ്ഞാനങ്ങൾ നമുക്ക് കരസ്ഥമാക്കാൻ സാധിച്ചുവെങ്കിൽ മാത്രമേ ആധുനിക ലോകത്തിന്റെ വെല്ലുവിളികൾ ഏറ്റെടുത്ത് നമുക്ക് മുന്നേറാൻ സാധ്യമാവുള്ളൂ. അതുകൊണ്ട് ആധുനിക ലോകത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വം നമുക്കറിയാം, സർവൈവൽ ഓഫ് ദ ബെസ്റ്റ് ഓഫ് ദ ഫിറ്റസ്റ്റ്. കാര്യക്ഷമതയുള്ളവർ മാത്രം ജീവിക്കുകയും കാര്യക്ഷമതയില്ലാത്തവർ ആത്മഹത്യ ചെയ്യുന്ന മുൻപിലേക്ക് തള്ളിവിടപ്പെടുന്ന കാലഘട്ടത്തിൽ പ്രായോഗിക പരിജ്ഞാനങ്ങളുടെ ഈ കോളേജിലെ 4 വർഷം വിദ്യാഭ്യാസം പൂർത്തിയാക്കുമ്പോൾ നല്ല പ്രായോഗിക പരിജ്ഞാനമൊക്കെ നേടിയെടുത്ത് പരസ്പരം നല്ല വ്യക്തികളായി മാറി ഈ നാടിനും നാട്ടുകാർക്കും ഒക്കെ ഗുണം ചെയ്യുന്ന പുതിയ സമൂഹമായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹൈറേഞ്ചിന്റെ കവാടത്തിലെ ഒരു കുങ്കുമ പൊട്ടായി പരിലസിക്കുന്ന സെന്റ് ആനീസ് കോളേജ് എന്ന് പറഞ്ഞ മഹത്തായ ഈ സ്ഥാപനത്തിന്റെ ഈ സമ്മേളനത്തിന് സാന്നിധ്യമാകുവാൻ സാധിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കേരളത്തിലെ ഒട്ടേറെ കോളേജുകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പ്രത്യേകിച്ച്
കേരളത്തിലെ പ്രമുഖമായ എഞ്ചിനീയറിംഗ് കോളേജുകൾ, അതോടൊപ്പം തന്നെ വിവിധ യൂണിവേഴ്സിറ്റികളുമായിട്ട് ലിങ്ക് ചെയ്ത് പ്രവർത്തിക്കുന്ന കോളേജുകൾ, ഇങ്ങനെയുള്ള കോളേജുകളുടെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് സെന്റ് ആൻഡ്രൂസ് കോളേജിലേക്ക് എത്തിച്ചേരുമ്പോൾ ഏറ്റവും വലിയ ആഹ്ലാദം ഉണ്ടാക്കുന്ന ഒരു കാര്യം, കേരളത്തിലെ ഒരു ക്യാമ്പസും ഇത്രമാത്രം പ്രകൃതി രമണീയമായ ഒരു ക്യാമ്പസ് ഇല്ല. പ്രകൃതി അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന ഭംഗി കൊണ്ട് നിറഞ്ഞ തുളുമ്പുന്ന ഒരു ക്യാമ്പസ്. അതാണ് ഈ ക്യാമ്പസിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട്, കേരളത്തിൽ ഒരു ക്യാമ്പസിലും ഇല്ലാത്ത പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് ആ സ്റ്റേജിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വന്നത്, ഉച്ചയ്ക്ക് 1:30 സംഘടിപ്പിക്കുന്ന ഒരു മീറ്റിംഗിൽ ഇത്രയും ക്ഷമയോടുകൂടി അച്ചടക്കത്തോടുകൂടി ഉറങ്ങാതെ ഈ കുട്ടികൾ ഇരിക്കുന്നത് കാണുമ്പോൾ അതൊരു അതൊരു അപൂർവ സന്ദർഭമായിട്ട് എനിക്ക് തോന്നുകയാണ്. അങ്ങനെയുള്ള ഈ കോളേജില് അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യം ഈ കോളേജിന്റെ സ്ഥാപകനെ കുറിച്ചുള്ള ഓർമ്മയാണ്. ആന്റണി നെരപ്പേൽ അച്ഛന്റെ ദീർഘവീക്ഷണത്തിന്റെയും വിദ്യാഭ്യാസ വിപ്ലവ മുന്നേറ്റങ്ങളുടെയും ഒരു ബാക്കിപത്രമായിട്ടാണ് ഈ സെന്റ് ആൻഡ്രൂസ് കോളേജിനെ ഞാൻ കാണുന്നത്. അതിന്ന് ബെന്നിയിലൂടെയും പ്രിയപ്പെട്ട കല്ലമ്പള്ളി സാറിലൂടെയും അധ്യാപകരിലൂടെയും ഒക്കെ ആയിരക്കണക്കിന് കുട്ടികൾക്ക് അറിവിന്റെ വെളിച്ചം പകർന്നുകൊണ്ട് മുന്നേറുന്നത് കാണുമ്പോൾ യൂണിവേഴ്സിറ്റികളില് നിങ്ങളുടെ മുൻ തലമുറക്കാര്, നിങ്ങളെ സെക്കൻഡ് ഇയേഴ്സ്, തേർഡ് ഇയേഴ്സ് ഇവിടുന്ന് വിട്ടുപോയിരിക്കുന്നവരെ റാങ്കുകൾ വാരിക്കൂട്ടുന്നതൊക്കെ കേൾക്കുമ്പോഴും അറിയുമ്പോഴും പ്രിയപ്പെട്ട ആന്റണി സാറിനോടും നൈസിനോടും ജിജോയോടും ഒക്കെ ഉള്ള ബന്ധമെന്ന് മാത്രമല്ല, ഇവിടെ വന്ന് നിങ്ങളെ അംഗീകരിക്കേണ്ടതും നിങ്ങളെ അനുമോദിക്കേണ്ടതും ഒരു ആവശ്യമാണെന്ന് കണക്കാക്കിക്കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നത്. നിങ്ങൾ എല്ലാവരും ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഇത്രയും മഹത്തായ ഒരു സ്ഥാപനത്തില് അഭിമന്യ ജോസ് പുളിക്കൽ പിതാവും അഭിമന്യ അറയ്ക്കൽ പിതാവും കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നു വന്ന ഈ സ്ഥാപനത്തില് നിങ്ങളുടെ ഒരു വലിയൊരു ഭാഗ്യമാണ് അംഗങ്ങളായിട്ട് പഠിക്കുവാൻ സാധിക്കുന്നത് എന്നുള്ളതും അഭിമാനിക്കേണ്ട കാര്യമാണ്. ഇതിന്റെ നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. +2 ശേഷം ഒരു ജീവിതത്തിന്റെ പുതിയ മേഖലയിലേക്ക് നിങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 8 ദിവസങ്ങളായിട്ടുള്ള അതിനുള്ള ഒരുക്കമായിരുന്നു എന്ന് സാറിനോട് പറയുകയുണ്ടായി. വിവിധ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കാണുകയും കേൾക്കുകയും പല ക്ലാസുകൾ കേൾക്കുകയും ഭാഗങ്ങളാകുകയും ഗ്രൂപ്പ് ഡൈനാമിക്സ് പ്രോഗ്രാംസ് ഒക്കെ നടന്നു എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ടിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതെല്ലാം +2 ശേഷമുള്ള നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത ഒരു സ്റ്റെപ്പിലേക്കുള്ള കൺവേർഷനാണ്. അതിനുള്ള ഓറിയന്റേഷനാണ് ഇവിടെ നടന്നത്. ഇവിടെ സാറ് സൂചിപ്പിച്ച 10 ദിവസത്തോളമായി നടക്കുന്ന വലിയ ഒരു ഓറിയന്റേഷൻ ക്ലാസ് ഇന്നിവിടെ പൂർത്തിയാവുകയാണ്. ഈ ഓറിയന്റേഷൻ ക്ലാസ്സിലൂടെ എന്റെ പ്രിയ അനുജന്മാരും അനുജത്തിമാരും ഒക്കെ വളരെ വ്യത്യസ്തമായ ഒരുപാട് അനുഭവങ്ങൾ, അനുഭൂതികളിലൂടെ ഒക്കെ കടന്നുപോയിക്കാണ്. അറിവിന്റെ പുതിയ മേഖലകളിലേക്ക് കടന്നു പോകുവാനുള്ള മാനസികമായ ആ ഒരു തയ്യാറെടുപ്പിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ദൈവത്തിന്റെ സ്വന്തം തലമുറയാണ് ഇന്നത്തെ തലമുറ എന്ന നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ 10ാം ക്ലാസ് ജയിക്കുക എന്ന് പറഞ്ഞാൽ 600-ൽ 210 മാർക്ക് മേടിക്കുക എന്നുള്ളത്. ഇന്ന് ഫുൾ A+ ആണ്. നമ്മൾ എവിടെ നോക്കിയാൽ ഫുൾ A+ ആണ്. നിങ്ങളെ പിള്ളേരെല്ലാം തന്നെ 90% നല്ല മാർക്ക് മേടിക്കുന്ന കഠിനാധ്വാനികളായ വിദ്യാർത്ഥികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ ആ എറയിലെ കാലഘട്ടത്തിൽ 600-ൽ 360 മാർക്ക് മേടിച്ചാൽ ഫസ്റ്റ് ക്ലാസ്. പക്ഷെ അത് കിട്ടുന്നവര് വളരെ വിരളം, വലിയ പാടാ കിട്ടാൻ. പക്ഷെ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ, അതായത് നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്
നിങ്ങളുടെ മനസ്സിൽ എന്ത് അഭിരുചിയാണോ തോന്നുന്നത്, ഫാഷൻ ഡിസൈനിങ് ആയിരിക്കാം, ഫുഡ് ആൻഡ് സേഫ്റ്റി ആയിരിക്കാം, വേണ്ട ഫുഡ് ആൻഡ് സയൻസ് ആയിരിക്കാം, കെമിസ്ട്രി ആയിരിക്കാം, ഫിസിക്സ് ആയിരിക്കാം, ഏത് കോഴ്സ്, ഹോട്ടൽ മാനേജ്മെന്റ്, BBA എന്ന് വേണ്ട, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കോഴ്സും പഠിക്കുവാൻ ആവശ്യമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറയുന്നതാണ് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ മാനേജ്മെന്റും. അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളാണ് നിങ്ങൾ. പ്രത്യേകിച്ചും സെന്റ് ആന്റണീസ് കോളേജിൽ വന്ന് ഇങ്ങനെ ഒരു വാചകം പറയുമ്പോൾ, സെന്റ് ആന്റണീസ് കോളേജിന്റെ ആരംഭം മുതൽ എനിക്കറിയാം ഫാദർ ആന്റണി നിരപ്പേലച്ചൻ ഏറ്റവും അടുത്ത വ്യക്തിബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ് ഞാനുമായിട്ടല്ല എന്റെ പിതാവ്. മിക്കവാറും വേണ്ടി വരുമായിരുന്നു. അങ്ങനെ ആ സമയത്ത് അദ്ദേഹം അമേരിക്കയിലാണ്. അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കുന്നതിനെ കുറിച്ച് ചർച്ചകൾ ആരംഭിച്ചു. ഇവിടെ VC സെബാസ്റ്റ്യൻ സാർ സൂചിപ്പിച്ച പോലെ പലപ്പോഴും നമ്മൾ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും കേൾക്കുന്ന വലിയൊരു ആകുലതയാണ്, നമ്മുടെ സമൂഹത്തിലെ മുഴുവൻ നന്മകളും നമുക്ക് കൈമോശം വന്നുകൊണ്ടിരിക്കുന്നു, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മാതാപിതാ, ഗുരു, ദൈവം എന്നുള്ള വലിയ ഒരു ഭാരതീയ സങ്കല്പത്തിന്റെ മുഴുവൻ അംശങ്ങളും നന്മകളും നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് നിരപ്പേലച്ചന്റെ വായിൽ ഒരു വാചകം കേട്ടു. ഇങ്ങനെ അമേരിക്കൻ സൊസൈറ്റിയിൽ നിന്നൊക്കെ വന്ന് ഇവിടെ ഇങ്ങനെ വീണ്ടും സെറ്റിൽ ചെയ്യുമ്പോ അച്ഛൻ ഇങ്ങനെ സംസാരത്തിനിടയിൽ പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞാലും ലോകത്ത് ഏതൊക്കെ രാജ്യങ്ങളിൽ പോയാലും ഏതൊക്കെ ജീവിത ശൈലികളിലൂടെ കടന്നു പോയാലും ഭാരതം എന്ന് പറയുന്ന നമ്മുടെ രാജ്യം, ആ രാജ്യത്തെ കുടുംബ ബന്ധങ്ങളുടെ ദൃഢത അത് ലോകത്ത് വേറെ ഒരിടത്തും കാണാൻ സാധിക്കും. കുടുംബം എന്ന് പറയുന്ന കൺസെപ്റ്റ് മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് വേണം? നമുക്ക് പരസ്പര സ്നേഹമുണ്ടാകണം, ബഹുമാനമുണ്ടാകണം, ക്ഷമയുണ്ടാകണം, സഹനമുണ്ടാകണം, കരുണയുണ്ടാകണം. അങ്ങനെ ഒരു കുടുംബത്തെ നയിക്കുവാൻ ആവശ്യമായ എല്ലാ വിചാരങ്ങളും നമ്മൾ ഒരേപോലെ സമന്വയിക്കുമ്പോഴാണ് നമ്മളൊരു കുടുംബത്തിലെ അംഗമായി നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ ഒരു വിദ്യാലയത്തിലേക്ക് കടന്നു വന്ന് നിങ്ങൾ ഓരോരുത്തരും ഓരോ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന്, സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്ന്, സാമ്പത്തിക പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വരുമ്പോ തീർച്ചയായിട്ടും അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് ഒരേ മനസ്സോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കണം. കാരണം ഞങ്ങൾ പഠിച്ച ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി, സൈക്കിൾ യുഗം മാറി, മോട്ടോർ സൈക്കിൾ യുഗം മാറി, അതെല്ലാം മാറി ഇന്ന് കമ്പ്യൂട്ടർ യുഗത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളും അതിനൊപ്പിച്ച് മാറണം. പണ്ട് ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു അറിവ് പുതുതായി ലഭിക്കണമെങ്കിൽ ഏതെങ്കിലും വായനശാലയിൽ പോയി പുസ്തകം വായിച്ചാൽ മാത്രമേ പുതിയൊരു അറിവ് നമുക്ക് ലഭ്യമാകൂ. ഇനി ലോകത്തെ ഏതെങ്കിലും ഒരു അറിവ് തേടിപ്പിടിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ വിജ്ഞാനിയായ ഒരു അധ്യാപകനെ പോയി കണ്ട് അദ്ദേഹവുമായി സംസാരിച്ചാൽ മാത്രമേ ആ അറിവ് നമുക്ക് പകർന്ന് ലഭ്യമാകുകയുള്ളൂ. പക്ഷെ അങ്ങനെ ലഭിക്കാത്ത അറിവുകൾ പോലും നമുക്ക് ലഭ്യമാകണമെങ്കിൽ എത്രയോ പുസ്തകങ്ങൾ നമ്മൾ റെഫർ ചെയ്താണ് ആ ഒരു ആൻസർ തപ്പിയെടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ, മണിക്കൂറുകൾ, ദിവസങ്ങൾ, മാസങ്ങൾ അതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വന്നുവെങ്കിൽ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്നും നമ്മുടെ ടച്ച് ഫോണിനകത്ത് ഗൂഗിൾ എടുത്തിട്ട് ക്യാപിറ്റൽ സിറ്റി ഓഫ് ഏത് രാജ്യമാണ് നമുക്ക് വേണ്ടത്, ദ പ്രസിഡന്റ് ഓഫ് ദി വിച്ച് നേഷൻ ഏത് വേണമെങ്കിലും നമുക്ക് ലഭ്യമാകും, ഇന്ത്യയിലെ പോപ്പുലേഷൻ എത്രയെന്ന് നമുക്ക് ലഭ്യമാകും എന്ന് വേണ്ട ലോകത്തിലെ മുഴുവൻ അറിവുകളും നമ്മുടെ വിരൽത്തുമ്പിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ ഈ സെന്റ് ആന്റണീസ് കോളേജ് നൽകുന്ന ഏറ്റവും പ്രാപ്യമായ അറിവും വിജ്ഞാനവും ഒക്കെ തന്നെ അനുഭവ സമ്പത്തും ഒക്കെ നാളുകളിലേക്ക് നമ്മുടെ വിജയത്തിലേക്ക്, ജീവിത വിജയത്തിലേക്ക് കടന്നുവിടും എന്ന് നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നു, നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നു. പക്ഷെ കോളേജ് നിങ്ങളെ പ്രാപ്തരാക്കി വിടുന്ന അവിടെ നിന്നുകൊണ്ട് നമ്മുടെ മത്സരം ലോകത്തോടാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരിക്കലും ഇടുക്കി ജില്ലയിലെ വിദ്യാർത്ഥികളുമായിട്ടല്ല, കോട്ടയം ജില്ലയിലെ വിദ്യാർത്ഥികളുമായിട്ടല്ല, കേരളത്തിലെ വിദ്യാർത്ഥികളുമായിട്ടല്ല. ഇന്നൊരു കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്ന വിദ്യാർത്ഥി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നല്ല രീതിയിലുള്ള ജോലികളുമായി കടന്നു പോകുന്നുവെങ്കിൽ അവരുടെ മത്സരം ആരുമായിട്ടാണ്? അമേരിക്കൻ, UK, യൂറോപ്യൻ എന്ന് വേണ്ട മുഴുവൻ വിദ്യാർത്ഥികളുമായി സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന വലിയ കൺസെപ്റ്റിൽ നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും. ഏറ്റവും മിടുക്കരായവർ മാത്രമേ രക്ഷപ്പെട്ടു. പണ്ടൊക്കെ നമുക്ക് ഗിമ്മിക്ക് കാണിച്ച് കയറി പോകാമായിരുന്നു. എന്തെങ്കിലും ബന്ധുബലമോ സുഹൃത്ബന്ധമോ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ജോലിയിലേക്ക് കയറി പോകാം. പക്ഷെ ഇന്ന് നൂറുകണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഒരേപോലെ ഒരേ ക്വാളിഫിക്കേഷനിൽ നിന്നുകൊണ്ട് ലോകത്തിലേക്ക് ഒരേ ടാർഗറ്റിലൂടെ കടന്നു പോകുമ്പോ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ നമ്മൾ കഠിനാധ്വാനം ചെയ്തേ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും വിദ്യാഭ്യാസം നമുക്ക് പകർന്നു നൽകുന്ന ഒരു ആത്മവിശ്വാസമായിരിക്കണം. അത് അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്കാവൂ. അറിവ് നേടണം,
അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ ഒരു വിളക്കായി മാറുവാൻ ഒരു ആത്മീയ ശക്തിയായി നമ്മൾ ഓരോരുത്തരും മാറണം. നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും കേൾക്കുന്ന ഒരു ചോദ്യമുണ്ട്, സാറ് സൂചിപ്പിച്ചു, നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കണം, ഈശ്വരനിൽ വിശ്വസിക്കണം. എന്തിനാ? പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭ്യമാകുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലുതാണ് ആത്മവിശ്വാസം. ആത്മവിശ്വാസം എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് പ്രാർത്ഥനയിലൂടെ മാത്രമേ ലഭ്യമാകൂ. ഒരു പരീക്ഷയ്ക്ക് കയറുന്നതിന് മുമ്പ് ഭഗവാനെ, ദൈവമേ, ഈശോയെ, കർത്താവെ, പടച്ചവനെ, എന്നെ കാത്തുകൊള്ളണേ, അല്ലെങ്കിൽ എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പരീക്ഷയ്ക്ക് കയറുന്ന വിദ്യാർത്ഥിയുടെ ഒരു മനസ്സ് വലിയ ആത്മവിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു ചോദ്യം വരും, വലിയ വിശ്വാസമില്ലാത്തവരാണെങ്കിൽ ചിലപ്പോൾ നമ്മളോട് ചോദിക്കും, ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? ഈശ്വരനോട്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താ? പലപ്പോഴും നമ്മൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യമാണ്, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പറയാം. ഒരു കുഞ്ഞു കഥ, ആ കഥയിൽ എന്താണോ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ആ രീതിയിൽ അതിനെ ഉൾക്കൊള്ളുക. കോവിഡ് നമുക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹ കാലമായിരുന്നു എന്ന് പറഞ്ഞു. കാരണം പുസ്തകം വായിച്ചിട്ടില്ലാത്ത എല്ലാവരും പുസ്തകം വായിച്ചു, മൊബൈലിൽ താല്പര്യമില്ലാത്തവരെല്ലാം മൊബൈലിൽ തൽപരരായി, TV കാണാത്തവരെല്ലാം TV കാണുന്നവരായി, വീട്ടിൽ കയറി ഇരിക്കാൻ ഇഷ്ടമില്ലാത്തവരെല്ലാം വീട്ടിൽ ഇരിപ്പായി. അങ്ങനെ എല്ലാം ഒരുപാട് ഗുണങ്ങൾ ആ കോവിഡ് കാലം നമുക്ക് സമ്മാനിച്ചു. ആ ഏകാന്തതയിൽ അങ്ങനെ വായിച്ചൊരു പുസ്തകത്തിൽ നിന്ന് കിട്ടിയ ഒരു ചോദ്യമാണ്, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് ഒരു ഗുരുവും ശിഷ്യന്മാരും തമ്മിലുള്ള സംഭാഷണം. നിങ്ങളെ കുറച്ചുപേര് ചിലപ്പോൾ വായിച്ചു കാണുന്നില്ലെങ്കിൽ കേട്ടുക. അപ്പൊ ഗുരുവും ശിഷ്യന്മാരോട് സംവേദിക്കുമ്പോ ശിഷ്യന്മാരെ ഗുരുവിനോട് പറഞ്ഞു, അല്ലയോ ഗുരുവേ, അങ്ങേ ഈ ലോകം വാഴ്ത്തുന്നത് സർവ കാര്യങ്ങളെ കുറിച്ച് സർവജ്ഞാനി എന്നുള്ള നിലയിലാണ്. സൂര്യന് താഴെയുള്ള ഏത് കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചാലും അങ്ങ് അതിന് മറുപടി തരുമെന്നാണ് അങ്ങയെ കുറിച്ച് എല്ലാവരും ഞങ്ങളോട് പറയുന്നത്. അങ്ങനെയുള്ള അങ്ങയോട് ഞങ്ങളൊരു ചോദ്യം ചോദിക്കട്ടെ. ഏതൊക്കെയാലും ഗുരുവിന് ചോദിക്കണ്ടെന്ന് പറയാൻ സാധിക്കില്ല. ചോദ്യം എന്താണെന്ന് അറിഞ്ഞാലല്ലേ എന്നെ ബാക്കി അറിയാൻ സാധിക്കും. ഗുരു പറഞ്ഞു, നിങ്ങൾ ചോദിച്ചോളൂ. അപ്പൊ ഒരു ശിഷ്യൻ എഴുന്നേറ്റിട്ട് ചോദിച്ചു, ഗുരു എപ്പോഴും പറയുന്നുണ്ട് പ്രാർത്ഥിക്കണം, നമ്മൾ എപ്പോഴും ദൈവത്തോട് അടുത്ത് നിൽക്കണം, ഈശ്വരനോട് അടുത്ത് നിൽക്കണം. ഈ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോ ഗുരു തട്ടാമുടിയൊന്നും പറഞ്ഞില്ല. സൂര്യന് താഴെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചാൽ അറിയാവുന്നല്ലേ ശിഷ്യന്മാർ പറഞ്ഞത്. ഇത് സൂര്യന് താഴെയല്ല മുകളിലാണ് ഗുരു പറഞ്ഞില്ല. പക്ഷേ ഗുരു തിരിച്ച് ശിഷ്യന്മാരോട് ഒരു ചോദ്യം ചോദിച്ചു. ഞാനൊരു ചോദ്യം ചോദിക്കാമെന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരിൽ പഞ്ചസാര കഴിച്ചിട്ടുള്ള എത്ര പേരുണ്ടോ? അപ്പൊ കൊച്ചുകുട്ടികളാണ് ശിഷ്യന്മാർ, എല്ലാവരും വളരെ ഹാപ്പിയായി. പഞ്ചസാര കഴിക്കാത്ത ആരെങ്കിലും ഈ നാട്ടിലുണ്ടോ? അപ്പൊ അങ്ങനെ കഴിച്ചിട്ടുള്ള എല്ലാവരും കൈവക്കാൻ പറഞ്ഞു. എല്ലാവരും കൈവക്കും. അപ്പൊ ഈ പഞ്ചസാര കഴിച്ചാൽ അല്ലെങ്കിൽ കഴിക്കുമ്പോ നിങ്ങൾക്ക് എന്ത് അനുഭവപ്പെട്ടു? ചോദ്യം എന്താണ്? മധുരം. അടുത്ത ചോദ്യം ഗുരു തന്നെ ചോദിച്ചു, ഈ മധുരം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഈ പഞ്ചസാര നമ്മൾ നാവിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ അലിഞ്ഞിറങ്ങി തൊണ്ടയിലൂടെ കടന്നു പോകുമ്പോ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ഫീലിങ്ങിനെ നമ്മൾ വിളിക്കുന്നു മധുരം. അതിനപ്പുറത്ത് മധുരം എന്ത് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പൊ ഗുരു പറഞ്ഞു, ഇത് തന്നെയാണ് ഈശ്വരന്റെ അനുഭവം. ഈശ്വരനെ പറഞ്ഞു തരുവാനുള്ളതല്ല, അനുഭവിച്ചറിയുവാനുള്ളതാണ്. ഗുരുവിന്റെ ഈശ്വരന്റെ സാമീപ്യം ലഭ്യമാകാത്ത ഒരാൾ പോലും ഇവിടെയില്ല. ഈശ്വരനെ സമീപിക്കാത്ത ഒരാളുമില്ല. നമ്മുടെ സുഖദുഃഖങ്ങളിലും വേദനകളിലും പ്രശ്നങ്ങളിലും പ്രതിബന്ധങ്ങളിലും ഒക്കെ ഗുരുവിന്റെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്, നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ തിരിച്ചറിയുന്നില്ല. എന്നാൽ കുറച്ചു പേര് തിരിച്ചറിയുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അനുദിനം ദൈവത്തോട് കൂടുതൽ അടുത്തടുത്ത് നിന്ന് പ്രാർത്ഥനയിലൂടെ നമ്മൾ ആത്മവിശ്വാസത്തിലൂടെ ജീവിത വിജയത്തിലേക്ക് കടന്നു പോകുവാൻ ആത്മാർത്ഥമായി ഒരു സമൂഹം ആളുകൾ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവർ ദൈവത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞിരിക്കുന്നു. അപ്പോൾ ദൈവം എന്ത് എന്നൊരു ചോദ്യമില്ല. തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ
ആ ഈശ്വരന്റെ സാമീപ്യം നമ്മൾ എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. അത് അറിഞ്ഞവർക്ക് മാത്രമേ അത് അനുഭവിക്കാൻ സാധിക്കൂ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഓറിയന്റേഷൻ ക്ലാസ് ഞാൻ ആദ്യം കേൾക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് എന്റെ പുനസാറെ ഇങ്ങനെ ഒരു ഇതിൽ പങ്കെടുക്കുന്നത്. കല്ലപ്പള്ളി സാറിന്റെ അയൽവാസിയാണ്. വളരെ മനോഹരമായ ബിൽഡിംഗ് സമുച്ചയത്തോടു കൂടി ഒരുപാട് വിദ്യാർത്ഥികളുടെ ജീവിതത്തിന്റെ അടിത്തറയായി സെന്റ് ആന്റണീസ് കോളേജ് മാറിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ മാനേജ്മെന്റ് മാത്രമല്ല, ഇവിടുത്തെ അധ്യാപകരെ മാത്രമല്ല, അനധ്യാപകരെ മാത്രമല്ല, നിങ്ങളെ ഓരോരുത്തരെയും ഈ വിദ്യാലയത്തിലേക്ക് പറഞ്ഞുവിടുന്ന മാതാപിതാക്കൾ മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരും, നിങ്ങളടക്കം നമ്മൾ ഓരോരുത്തരും ഒരു മാലയിൽ കോർത്ത മുത്തുമണി പോലെ നമ്മുടെ ഓരോരുത്തരെയും വിജയത്തിന് വേണ്ടി നിലകൊണ്ടപ്പോൾ അതിലൂടെ സെന്റ് ആന്റണീസ് കോളേജ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിന്റെ ഖ്യാതി ഈ തിരുവനന്തപുരത്തിനപ്പുറം, ഇടുക്കി ജില്ലയ്ക്കപ്പുറം, കോട്ടയം ജില്ലയ്ക്കപ്പുറം കേരളത്തിനപ്പുറത്തേക്ക് വളർന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിന് നമ്മുടെ എല്ലാവരുടെയും സംഭാവന നിസ്തുലമായ, നിസ്സീമമായ, നിസ്വാർത്ഥമായ ഒരുപാട് സംഭാവനകൾ, സേവനങ്ങളുണ്ട്. അതിന് എല്ലാവരെയും വളരെ നന്ദിയോടുകൂടി സ്മരിക്കുന്നു. ഇപ്പോഴും ഈ കോളേജ് ഈ നിലയിൽ പോകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സാറിന്റെ അടക്കം നമ്മുടെ അധ്യാപകരുടെ വലിയൊരു ഡെഡിക്കേഷൻ ഇതിനകത്ത് ഉണ്ടാവണം. എന്നാൽ മാത്രമേ കുഞ്ഞുങ്ങള് അത്രയധികം ആത്മാർത്ഥതയോടുകൂടി ഒരു സ്ഥാപനത്തിലേക്ക് ഓടി വരുന്നുള്ളൂ. തീർച്ചയായിട്ടും അപ്പോൾ അധ്യാപകരുടെ മികവ് കൂടി ഇവിടെ ഒന്ന് എടുത്തു പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട കല്ലപ്പള്ളി സാറിനോടും അതോടൊപ്പം തന്നെ ഈ കോളേജിന്റെ മറ്റ് സംഘാടകർക്കുമുള്ള വളരെ ഹൃദ്യമായ ഒരു നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. തുടങ്ങിയപ്പോൾ ഇവിടെ ഒരു പ്രാർത്ഥനാഗാനം ആലപിച്ചു. അതില് പ്രകൃതിയെ, അമ്മയെ കാണാനുള്ള ബോധം തരണേ എന്നൊരു വരി ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഈ നമ്മുടെ ഈ കോളേജിലേക്ക് വരുമ്പോൾ ഈ പ്രകൃതി ഏറ്റവും അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഏറ്റവും മനോഹാരിതയോടുകൂടി ഇങ്ങനെ നമ്മളെ മാടി വിളിക്കുന്ന ആ പ്രകൃതി ഭംഗി കണ്ട് അകത്തേക്ക് കയറുമ്പോൾ അതിനേക്കാൾ ഊഷ്മളമായ ഒരു സ്വീകരണം നമ്മുടെ വീട്ടിലേക്കൊക്കെ മടങ്ങി വരുന്ന സ്ഥിര സുപരിചിതരായ നമ്മുടെ വീട്ടിലെ അംഗങ്ങൾ നമ്മളെ സ്വീകരിക്കുന്ന പോലെ ഊഷ്മളമായ ഒരു സ്വീകരണം. അപ്പോൾ നിങ്ങളെല്ലാം നല്ല ഭാഗ്യമുള്ള കുട്ടികളാണ്. ഈ പ്രകൃതിയുടെ മടിത്തട്ടിൽ ഇരുന്ന് ഈ പുതിയ കോഴ്സുകളൊക്കെ പരിചയപ്പെടാനും പഠിക്കാനും ഒക്കെ ഭാഗ്യം സിദ്ധിച്ച ആൾക്കാരാണ് നിങ്ങൾ. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പൊ നിങ്ങളെയൊക്കെ കാണുമ്പോഴേ ഞങ്ങൾ എപ്പോഴും കാണുന്ന ഹയർ സെക്കൻഡറി കുട്ടികൾ എന്ന് പറയുമ്പോൾ കൗമാരക്കാര്, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കൗമാരം വിട്ട് യൗവനത്തിലേക്ക് കടക്കുന്ന ആ ഒരു ഘട്ടത്തിലാണ് നിങ്ങൾ എല്ലാവരും. ഇപ്പൊ കുമാരനാശാന്റെ ഒരു വീണപൂവെന്ന കവിതയിൽ ഒരു പൂ വിടരുന്നത് പോലെ ഒരു കുഞ്ഞിന്റെ വളർച്ചയെ കുമാരനാശാന്റെ വരികളിലൂടെ പറയുകയാണെങ്കിൽ, ഈ വണ്ണമൻപൊടു വളർന്നഥ നിന്റെ അംഗമാവിഷ്കരിച്ചു ചില ഭംഗികൾ മോഹനങ്ങൾ, ഭാവം കലർന്നു വദനം കവിൾ ഗാന്ധിയാർന്നു അതിൽ പൂവേ പുതിയ പുഞ്ചിരി സഞ്ചരിച്ചു. ഈ കൗമാരമൊക്കെ വിട്ട് യൗവനത്തിലേക്ക് കടക്കുമ്പോൾ മുഖത്ത് പുതിയ ഭാവങ്ങളൊക്കെ വരുന്നു, കവിള് കാന്തിയാറുന്നു, പുതിയ പുഞ്ചിരി. നമ്മൾ ജനിച്ചപ്പം പോലെ ചിരിക്കുന്നുണ്ടെങ്കിലും പുതിയൊരു പുഞ്ചിരി വരുന്നു. ഇത് പുറമേ ഉള്ള ഒരു കാഴ്ചയാണ്. അകമയുള്ള ഗുണങ്ങളും വർണ്ണിക്കുന്നുണ്ട്. ആരോമലാം അഴക്, ശുദ്ധി, മൃദുത്വം, ആഭ, സാരള്യമെന്ന സുകുമാര ഗുണത്തിനെല്ലാം പാരിങ്കലേതുപമ. ഈ വളർന്നു വരുന്ന ഈ കുമാരന്മാരുടെയൊക്കെ ആ ശുദ്ധി, മൃദുത്വം, ആഭ, സാരല്യം ഇതെല്ലാം സുകുമാര ഗുണങ്ങളാണ്.
ഇതിന് ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ എന്ത് ഉപമയാണ്, എന്തിനോടാണ് ഉപമിക്കാനുള്ളത് എന്നാണ്? ഒന്നിനോട് ഉപമിക്കാനില്ല. നിങ്ങളെല്ലാം യുണീക്ക്, അതുല്യരായിട്ടുള്ള പ്രതിഭകളാണ്. വ്യക്തമായ ലക്ഷ്യബോധത്തോടു കൂടി വന്നിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട കോഴ്സുകളൊക്കെ തിരഞ്ഞെടുത്ത് അവരവരുടെ കരിയർ, അവരവരുടെ തൊഴിലിടം കണ്ടെത്താനുള്ള ആ ഒരു +2 കഴിഞ്ഞുള്ള ടേണിംഗ് പോയിന്റിൽ നിൽക്കുന്നവരാണ് നിങ്ങളൊക്കെയും. ഇഷ്ടപ്പെട്ട കോഴ്സുകൾ തന്നെയാണ് ഓരോരുത്തരും എടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. കാര്യം ഇവിടെ എല്ലാ കുട്ടികളുടെയും അഭിരുചിക്ക് ഇണങ്ങുന്ന ധാരാളം കോഴ്സുകൾ. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത്രയും കോമ്പിനേഷൻസ് ഒന്നുമില്ല. അങ്ങനെ അവരവരുടെ തൊഴിലിടം ഉറപ്പിക്കുവാൻ തക്ക കോഴ്സുകൾ സെലക്ട് ചെയ്തിരിക്കുന്നു. നല്ല ഒരു പറ്റം അധ്യാപകർ, ഏറ്റവും ബഹുമാന്യനായ ഈ സ്കൂൾ പ്രിൻസിപ്പൽ ആന്റണി സാറിന്റെ നേതൃത്വത്തിൽ ഉണ്ടെന്നുള്ളത് നിങ്ങളൊക്കെ ഒരു ഭാഗ്യമായി കരുതുക. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ ആ അനുഭവ സമ്പത്ത്, നിങ്ങൾ ഇവിടുന്ന് പഠിച്ചിറങ്ങുന്നതിന് മുൻപ് സാറുമായിട്ട് നേരിട്ട് സംഭാഷണം നടത്താൻ ഒരവസരം കിട്ടിയാൽ അത് പ്രയോജനപ്പെടുത്തുക. അപ്പൊ അങ്ങനെ നിങ്ങളെ തേച്ചു മിനുക്കി എടുക്കുന്ന ഒരു വലിയ പ്രോസസ്സാണ് ഈ വരാൻ പോകുന്ന 3-4 വർഷങ്ങൾ കൊണ്ട് നടക്കാൻ പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ കാന്തിയുള്ളവരാകും. രണ്ടാമത് പറഞ്ഞ ആ ഒരു വാക്കുണ്ടല്ലോ, മൂല്യബോധം നഷ്ടപ്പെടരുത്. നമ്മളൊക്കെ ഇഷ്ടപ്പെട്ട ഇടങ്ങളിൽ എത്തിച്ചേരുമ്പോൾ മനസ്സിലെ മൂല്യം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കണം. ശ്രീനാരായണ ഗുരുദേവന്റെ ആത്മോപദേശ ശതകം എന്ന് പറയുന്ന കൃതിയിലെ 4 വരികളാണ്. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനീലാദിമമായൊരാത്മരൂപം, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന്നു സുഖത്തിനായി വരേണം. അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ എന്ന് വെച്ചാൽ നീയെ ഞാന് എന്നൊക്കെ അറിയുന്നത് ഒന്ന് ഓർത്തു നോക്കിയാൽ, ഒന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും. എന്നിലും നിന്നിലും എല്ലാം സ്ഫുരിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ നമ്മളെ നയിക്കുന്ന ഒരു ശക്തി. അതിനെ ദൈവമെന്നോ ബോധമെന്നോ അറിവെന്നോ ഒക്കെ വിളിക്കാം. നിന്നിലും എന്നിലും എല്ലാം ആ തിളങ്ങി വിളങ്ങുന്നത് ആ പ്രപഞ്ചത്തിലെ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ നയിക്കുന്ന ഒരേ ഒരു ശക്തിയാണ്. അതുകൊണ്ട് എന്ത് വേണം? അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. നമ്മൾ ഒരു തൊഴിലിടത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും എവിടെ വരെ ആകാം എന്ന് ചിന്തിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക, അവന്റെ സുഖം എന്റെയും കൂടി സുഖമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് നമ്മുടെ എതിരെ നിൽക്കുന്ന ആളിന്റെയും കൂടെ സുഖത്തിനാണോ എന്ന് ആലോചിച്ചിട്ട് ചെയ്താൽ നമ്മൾ ഒരിക്കലും പിഴയ്ക്കുകയില്ല. നമ്മുടെ ഓരോ പ്രവൃത്തിയും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി, അവരവരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും തൊട്ടടുത്ത് നിൽക്കുന്ന ആളിന് ഗുണം നൽകുന്നതാണോ എന്ന് കൂടി ചിന്തിച്ചാൽ നമ്മൾ നന്നാകും, നമ്മുടെ വീട് നന്നാകും, നാട് നന്നാകും, ലോകം മുഴുവനും നന്നാകും. ഇല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആളിന്റെ ഉറക്കമില്ലായ്മ നമ്മളിലേക്കും ക്രമേണ എത്തുക തന്നെ ചെയ്യും. അപ്പൊ ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അതിന്റെ ഒരു സമയമാണ്. AI എവിടെ തിരിഞ്ഞാലും നിർമ്മിത ബുദ്ധി. അപ്പൊ ഈ ഏതൊരു നിർമ്മിത ബുദ്ധിയുടെയും പിന്നിൽ ആർട്ടിഫിഷ്യൽ എന്നുള്ള വാക്കിൽ തന്നെ ഉണ്ടല്ലോ, നാച്ചുറൽ അല്ല, അതിനേക്കാളിലൊക്കെ വലിയൊരു ബുദ്ധി നമുക്ക് ഈ പ്രകൃതി നമുക്ക് നൽകിയിട്ടുണ്ട്, മനുഷ്യന്റെ ബുദ്ധി. അപ്പൊ ഏതൊരു നിർമ്മിത ബുദ്ധിയുടെയും പിന്നിൽ ഒരു മനുഷ്യബുദ്ധി ഉണ്ടായിരിക്കും, ഇല്ലേ? അപ്പൊ യന്ത്രത്തിന് ഈ ഒരു ബുദ്ധി കൊടുത്ത് വിവേചന ബുദ്ധിയോടുകൂടി പെരുമാറാനുള്ള ഒരു കഴിവ് ഒരു യന്ത്രത്തിലോട്ട് ആരോപിച്ച് എത്ര നമ്മൾ ആരോപിച്ചാലും അത് മനുഷ്യബുദ്ധിയോളം എത്തുകയില്ല. അപ്പോൾ ഏത് ബുദ്ധി ഉപയോഗിച്ചാലും മറ്റൊരുവന്റെ ബാങ്ക് ബാലൻസ് നമ്മുടെ ബാങ്ക് ബാലൻസ് ആക്കി മാറ്റാനും മറ്റൊരുവന്റെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാനും ഒക്കെ വേണമെങ്കിൽ ഈ ബുദ്ധി ഉപയോഗിക്കാം. പക്ഷേ അവന്റെ ഉറക്കമില്ലായ്മ, അവന്റെ പണം നഷ്ടപ്പെടുമ്പോൾ അവന്റെ ഉറക്കം കെടും. ആ ഉറക്കം കെടുന്നത് ക്രമേണ നമ്മളിലേക്കും തീർച്ചയായിട്ടും എത്തിച്ചേരുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഏത് ബുദ്ധി ഉപയോഗിച്ചാലും, എന്ത് കോഴ്സ് പഠിച്ചാലും, ഏത് തൊഴിലിടത്തിൽ എത്തിച്ചേർന്നാലും നമ്മുടെ മുന്നിൽ നിൽക്കുന്നവരെ, നമ്മുടെ കൂടെ ചേർന്നവരെ, വീണു പോകുന്നവരെ ഒക്കെ നമ്മോടൊപ്പം അവരെയും കൂടി കരുതാനുള്ള ഒരു മനസ്സ്, അതിനാണ് മൂല്യബോധം, മൂല്യം നഷ്ടപ്പെടാതിരിക്കണം എന്നൊക്കെ പറയുന്നത്. പിന്നെ നിങ്ങളോട് പറയാനുള്ളത് മറ്റൊരു കാര്യം, നിങ്ങളൊക്കെ ഈ പരസ്പരം ആകർഷിക്കപ്പെടുന്ന ഒരു പ്രായമാണിത്. ചെറിയ ചെറിയ ഇഷ്ടങ്ങളൊക്കെ തോന്നാം. ഈ കോഴ്സ് കഴിയുമ്പോൾ ചില ഇഷ്ടങ്ങളൊക്കെ നിലനിൽക്കാം, ചിലതൊക്കെ മുന്നോട്ടുള്ള യാത്രയിൽ നഷ്ടമായി പോകാം. അപ്പൊ ഈ പത്രവാർത്തകളൊക്കെ ചിലപ്പോൾ കാണുമ്പോൾ ഈ പ്രതികാര ബുദ്ധിയിലേക്ക്, പുതിയ ഭാഷ പറഞ്ഞാൽ തേച്ചിട്ട് പോവുക എന്ന് പറയും. അപ്പൊ ഈ തേച്ചിട്ട് പോകുന്നവർ പോട്ടെ, അത് നമുക്കുള്ളതല്ലാതെ ഒരു പക്വതയോടുകൂടി ചിന്തിക്കാൻ പറ്റണം.
പഴയ സിനിമാ പാട്ടിൽ പറയുന്നത് പോലെ എവിടെയാണെങ്കിലും നിന്റെ സങ്കല്പങ്ങൾ 7 വർണ്ണങ്ങളും വിടർത്തട്ടെ എന്ന് പറഞ്ഞ് നമ്മളോട് ഒരു നേരം ഒന്ന് ചിരിച്ചതിന്റെ പേരിൽ, അല്ലെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് സംസാരിച്ചതിന്റെ പേരിൽ, ഒരുമിച്ചൊരു ജ്യൂസ് കഴിച്ചതിന്റെ പേരിൽ, അവർ കുറച്ച് സമയം നമ്മളുമായിട്ടൊന്ന് ഒരു സ്നേഹം പങ്കുവെച്ചതിന്റെ പേരിൽ പിന്നീട് അത് വിദ്വേഷത്തിലേക്ക് മാറുന്ന ഒരു, അതായത് എനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ അങ്ങനെ നീ ജീവിക്കണ്ട എന്ന് പറഞ്ഞ് പ്രതികാരബുദ്ധിയോടുകൂടി പെരുമാറിയാൽ, മുമ്പേ പറഞ്ഞ അവനവനാ എന്ത് ചെയ്യുമ്പോഴും, തൊഴിലായാലും നമ്മുടെ ഏതൊരു പ്രവൃത്തിയും, ആ മറ്റേ ആളിനെ ഹനിക്കുന്ന ആ ഒരു ഇത് കാലക്രമേണ നമ്മെ വേട്ടയാടുക തന്നെ ചെയ്യും, അല്ലേ? അവരുടെ മാത്രം ജീവിതമല്ല നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നമുക്കുള്ളതാണെങ്കിൽ നമുക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. പ്രകൃതി അമ്മയാണ്, നമുക്ക് ഓരോ സമയത്തും വേണ്ടതൊക്കെ വളരെ കൃത്യമായിട്ട് അത് എത്തിച്ചു തരിക തന്നെ ചെയ്യും. പ്രകൃതിയിൽ വിശ്വസിക്കുക, പ്രകൃതിയിൽ നിന്നോ ദൈവമെന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും അതിന് തെറ്റൊന്നുമില്ല. ഈ പ്രപഞ്ചശക്തി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത് കൃത്യമായ സമയത്ത് എത്തിച്ച് തരിക തന്നെ ചെയ്യും. അത് ക്ഷമയോടെ വിവേക ബുദ്ധിയോടുകൂടി അതിനായിട്ട് കാത്തിരിക്കുക, അതാണ് പറയാനുള്ളത്. പിന്നെ ഒരു വാക്ക്, ഈ കോളേജിലെ ഇവിടെ വന്ന് എനിക്ക് നിങ്ങളുടെ പ്രിൻസിപ്പൽ സാറിനോടൊക്കെ സംസാരിച്ചപ്പോൾ എത്ര ചിട്ടയോടുകൂടി, എത്ര ലക്ഷ്യബോധത്തോടുകൂടി ഇവിടെയുള്ള അധ്യാപകരും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്ന് നിങ്ങളെ ഓരോരുത്തരെയും, ഓരോ കുട്ടിയും ഓരോ വീട്ടിലെ ഓമനകളാണ് വന്നിരിക്കുന്നത്, ഓരോ വീട്ടിലെ പ്രതീക്ഷകളാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളെയൊക്കെ തേച്ചു മിനുക്കി എടുത്ത് നല്ല തിളങ്ങുന്ന നല്ല വജ്രങ്ങളാക്കി മൂല്യബോധമുള്ളവരാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സിനെ ഈ ചുക്കാൻ പിടിക്കുന്ന ആ സാറിനോട് ഒത്തിരി നേരം ഒന്ന് സംസാരിക്കാൻ പറ്റിയത് തന്നെ ഒരു വലിയൊരു ജീവിതത്തിലെ ഒരു നേട്ടമായിട്ട് ഞാൻ കരുതുന്നു. എന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഫംഗ്ഷന്, ഞാൻ ഇത്തരം ഫംഗ്ഷനിൽ ഇങ്ങനെ ഒരു വേദി പങ്കിടാൻ ആദ്യമായിട്ടാണ് വരുന്നത്. നമ്മുടെ സ്കൂളിലൊക്കെ പല പരിപാടികളിലും പങ്കെടുക്കാറുണ്ടെങ്കിലും അങ്ങനെ എന്നെ ക്ഷണിക്കാൻ തോന്നി. എന്തോ ഒരു നിമിത്തമാവാം ഇന്നിവിടെ വരാനും നിങ്ങളെയൊക്കെ കാണാനും ഈ പ്രകൃതി കാണാനും ഇവിടെ അല്പസമയം ചെലവഴിക്കാനും ഒക്കെ എനിക്ക് അവസരം തന്ന ഈ സ്കൂളിലെ അധ്യാപകരോടും ഇതിന്റെ മാനേജ്മെന്റിനോടും എല്ലാവരോടുമുള്ള നന്ദിയും ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. ഇവിടെ പറഞ്ഞു സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ഒരു ക്യാമ്പസ്, ടീച്ചർ സ്റ്റുഡന്റ് ബന്ധം കീപ്പ് ചെയ്യുന്ന ഒരു ക്യാമ്പസ് ആണ്, അതിന്റെ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ പഴയ നമ്മുടെ ഒരു ഭാരതീയ സംസ്കാരത്തെ കുറിച്ചൊക്കെ ഇതിനു മുമ്പ് സംസാരിച്ച സാറൊക്കെ സൂചിപ്പിച്ചു. അപ്പോൾ ഒരു ധാരാളം ശാന്തി പാഠങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഉപനിഷത്തുകളിലും വേദങ്ങളിലും. അതിലൊന്നാണ് ഓം സഹനാവവതു സഹനവും ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചശക്തി അത് നമ്മളെ പരിപാലിക്കുമാറാകട്ടെ, അത് നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. സഹവീര്യം കരവാവഹൈ എന്ന് പറഞ്ഞാല് പണ്ട് ഗുരുവും ശിഷ്യനും ഒരുമിച്ചാണ് അറിവ് സമ്പാദിക്കുന്നത്. കുട്ടിയിൽ നിന്ന് ധാരാളം അറിയാനുണ്ട് അധ്യാപകർക്ക്. ആ നമ്മൾ കരസ്ഥമാക്കും, ഒരുമിച്ച് നമുക്ക് വീര്യത്തെ കരസ്ഥമാക്കാം എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ തേജസ്വിനാവധീതമസ്തു, നമ്മൾ നേടിയെടുത്ത അറിവ് തേജസ്സുറ്റതായി മാറട്ടെ, പരസ്പരം വിദ്വേഷിക്കാതിരിക്കട്ടെ എന്നിങ്ങനെ ആ ഒരു ചെറിയ ശ്ലോകത്തിൽ ഈ ആശയം മുഴുവൻ അതൊക്കെ അക്ഷരം പ്രതി പാലിക്കുന്ന, പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്, ഫലപ്രാപ്തിയിൽ എത്തിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഫലപ്രാപ്തിയിൽ എത്തിച്ച ഒരു സ്ഥാപനമാണിത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ എല്ലാം നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുകയാണ്. അത് ആസ്വദിക്കുക, ലക്ഷ്യം മറന്നു പോവാതിരിക്കുക, തൊഴിലിടങ്ങളിൽ എത്തിച്ചേരുമ്പോൾ മൂല്യബോധം നഷ്ടപ്പെടാത്തവരായിരിക്കുക. കൂട്ടത്തിൽ ആരെങ്കിലും പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു കൈ അവരെ പിടിച്ചുയർത്താൻ വേണ്ടി എപ്പോഴും കരുതുക. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ജനിച്ചു വന്ന അവസരത്തിൽ നമ്മളുടെ ലോകം ചെറുതായിരുന്നു. പിന്നീട് നമ്മുടെ വീട്ടിലേക്കാണ് അനന്തു അനീഷ് പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലേക്ക് ചെറിയ ലോകത്തിലേക്ക് വന്നു. പിന്നീട് അടുത്ത ലോകത്തിലേക്ക് പോയി. സ്കൂളും കോളേജും ഒക്കെ ആയപ്പോഴേക്കും നമ്മുടെ ലോകം വളർന്നു. അപ്രകാരം വളർന്ന ഈ ലോകത്തിൽ നമ്മൾ എവിടെ എത്തണം, എന്താണ് നമ്മുടെ സ്റ്റാൻഡ് എന്ന് നമ്മൾ നിശ്ചയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഈ കഴിഞ്ഞ 10 ദിവസങ്ങൾ കൊണ്ട് ഇവിടെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും നിങ്ങൾ പോയി, നിങ്ങളുടെ തന്നെ ഡിപ്പാർട്ട്മെന്റുകളിൽ കൂടുതൽ ഡീപ്പായിട്ട് മനസ്സിലാക്കി. അപ്പോൾ നിങ്ങൾ എന്താണ്, എവിടെയാണ് എത്തേണ്ടതെന്ന് നിങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആശംസ പറയുന്ന അവസരത്തിൽ ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും കണ്ണുകൾ അടയ്ക്കാം. നമ്മളുടെ എന്താണ് നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചതിന് ശേഷം നമ്മളെ എവിടെ എത്തണം എന്ന് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് മനസ്സിൽ കാണുക.
ഗുഡ് ആഫ്റ്റർനൂൺ. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഓർത്തോളുന്നു. സ്കൂൾ ലൈഫിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമാണ് കോളേജ്. ഒരു പുതിയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഇവിടേക്ക് വന്നു ചേർന്ന് ഞാൻ ഈ കോളേജിൽ നിന്നും കുറേ പഠിക്കുവാനും ഇടയായി. കുറേ എന്താ പറയുക, ഈ 10 ദിവസത്തെ ഓറിയന്റേഷൻ പ്രോഗ്രാമാണ് എന്നെ ഇത്രയും ഇവിടെ വന്ന് നിൽക്കാൻ പോലും സഹായിച്ചത്. ആ ഓറിയന്റേഷൻ പ്രോഗ്രാമാണ്. എൻ്റെ പേര് ഹന്ന, ഞാൻ BSc സൈക്കോളജിയിലാണ്. എന്നെ ഇവിടെ വിളിച്ചിരിക്കുന്നത് 10 days ഓറിയന്റേഷൻ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ്. Day 1 തൊട്ട് ഇന്ന് വരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ പേരെ പരിചയപ്പെടാൻ പറ്റി, പിന്നെ കുറേ കാര്യങ്ങൾ അറിയാനും എല്ലാം പറ്റി. പിന്നെ നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ആൻഡ് സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിനെ ബന്ധപ്പെട്ട് നമ്മൾ ഫീൽഡ് ട്രിപ്പ് പോലെ പോയി. അത് ഏഞ്ചൽസ് വില്ലേജ് എന്ന് പറഞ്ഞിട്ടാണ്. അവിടെ കുറേ പിള്ളേരെ കാണാനും അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാൻ പറ്റി. നമ്മുടെ പ്രിൻസിപ്പൽ സാറിനെ പറ്റി പറയാനാണെങ്കിൽ ഈ 10 days ഓറിയന്റേഷൻ ഇത്ര നല്ലോണം ചെയ്യാൻ പറ്റിയതിലും പിന്നെ നല്ല എഫേർട്ട് എടുത്തതിലും സാറിനെയും ടീച്ചേഴ്സിനെയും നോൺ ടീച്ചിങ് സ്റ്റാഫിനെയും എല്ലാം താങ്ക് യു സോ മച്ച്. BSc സൈക്കോളജി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. സോ ഇപ്പം കുറച്ച് ടെൻഷനുണ്ട്, ക്ഷമിക്കുക എല്ലാവരും. അപ്പം ഇപ്പം എല്ലാവർക്കും നമുക്ക് ഇവിടെ ഇങ്ങനെ കൂടാൻ പറ്റിയതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ 10 days ഓറിയന്റേഷൻ പ്രോഗ്രാം ഇവിടെ ഇങ്ങനെ സംഘടിപ്പിച്ച കാരണമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ജോയിൻ ചെയ്ത സമയത്ത് ഭയങ്കരമായിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ 10 days ഓറിയന്റേഷൻ പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞ സമയത്ത് എന്തായിരിക്കും, ഫുൾ ടൈം ഇങ്ങനെ ക്ലാസ് തന്നെ ആയിരിക്കും എന്നാണ് ഓർത്തത്. അപ്പം ബോറടിച്ച് മരിക്കും, ഫുൾ ടൈം ഇങ്ങനെ ക്ലാസ്സിൽ തന്നെ ഇരിക്കേണ്ടി വരും എന്നൊക്കെയാണ് ഓർത്തത്. പക്ഷെ ഇവിടെ വന്ന് ഈ 10 days ഓറിയന്റേഷൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തപ്പം ഇതൊരു വേറെ ഡയമെൻഷനാണ്. കാരണം എനിക്ക് തോന്നുന്നു എല്ലാ സ്റ്റുഡൻസിനൊന്നും ഇത്രയും ഒരു ഭാഗ്യം കിട്ടില്ല. അപ്പം ഈ സെന്റ് ആന്റണീസിൽ പഠിക്കുന്ന നമ്മൾ ഈ ഫസ്റ്റ് ഇയർ 4 year ഡിഗ്രിയിൽ ജോയിൻ ചെയ്ത് നമ്മൾ വളരെയധികം ലക്കിയാണ്. കാരണം വലിയ വലിയ അനുഭവ സമ്പത്തുള്ള ഒരുപാട് വിശിഷ്ട വ്യക്തികളൊക്കെ വന്ന് ഇവിടെ സംസാരിച്ചു. ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു. നമ്മുടെയൊക്കെ ലൈഫിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇതൊക്കെ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ ബെന്നി തോമസ് സാറിൻ്റെ ഒരു അനുഭവ കഥ പറയുകയുണ്ടായി. അത് വളരെയധികം എനിക്ക് ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നി. ചുമ്മാ തള്ളുവല്ല, പക്ഷെ ശരിക്കും പറയാണ്, ഞാനും അന്നത്തെ ദിവസം വീട്ടിൽ പോയിട്ട് എൻ്റെ പേഴ്സണൽ ഡയറിയിൽ 5 വർഷം കഴിഞ്ഞ് ഞാൻ എന്തായി തീരണമെന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഡോക്ടർ ആന്റണി കല്ലമ്പള്ളി സാറ്, എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു മനുഷ്യനെ വേറെ കണ്ടിട്ടില്ല. എനിക്കറിയത്തില്ല, വേറെ കോളേജിലൊക്കെ പ്രിൻസിപ്പൽമാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അവരൊക്കെ ഇത്തിരി ഗൗരവത്തിലായിരുന്നു. പക്ഷെ സാറ് ഭയങ്കര പോസിറ്റീവാണ്. സ്റ്റുഡൻസിനാണെങ്കിലും ടീച്ചേഴ്സിനാണെങ്കിലും ഇവിടെ വന്ന എല്ലാ ടീച്ചേഴ്സും പറയണ്ടായി ഇവർക്കൊക്കെ ഭയങ്കര മോട്ടിവേഷനാണ് നമ്മുടെ ആന്റണി കല്ലമ്പള്ളി സാറ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് സാറായിട്ട് നന്നായിട്ടൊന്ന് സംസാരിച്ച് സാറിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. സാറൊന്ന് കുറേ കഥകളൊക്കെ പറഞ്ഞു തന്ന് ലൈഫ് വാല്യൂസ് ഒക്കെ പറഞ്ഞു തന്നു. അതൊക്കെ വളരെ രസകരമായിട്ട് തന്നെ പറഞ്ഞു തന്നു. അതുപോലെ തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു ഫസ്റ്റ് ഡേ നടന്ന ജോർജ് കുട്ടി അഗസ്റ്റ് സാറിൻ്റെ ക്ലാസ്. അതും ഭയങ്കര രസകരമായിട്ട് ഒരുപാട് ലൈഫ് വാല്യൂസ്. നമ്മളിപ്പം സ്റ്റുഡൻസ് ഒക്കെ നമുക്ക് ഓഫ് കോഴ്സ് ബോർ അടിക്കും, കാരണം നമ്മുടെ ഏജ് അങ്ങനെയാണ്. പക്ഷെ സാറ് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഭയങ്കര രസകരമായിട്ടാണ് സാർ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യം മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ തന്നെ ലീഗൽ അവയർനെസ് സെക്ഷനിൽ ക്ലാസ് എടുത്ത അഡ്വക്കേറ്റ് ജയ മിസ് നന്നായിട്ട് സംസാരിച്ചു. കാരണം ഇന്നത്തെ സമൂഹത്തിൽ ഒരു ലീഗൽ അവയർനെസ് എന്നൊക്കെ പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു നല്ലതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിയമങ്ങളൊക്കെ മിസ് പറഞ്ഞു തന്നു. അതൊക്കെ എല്ലാവരും പാലിക്കുക. ഇവിടുന്ന് ഒരുപാട് അറിവ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും നന്നായിട്ട് യൂസ് ചെയ്യുക. എനിക്ക് തോന്നുന്നത് നമ്മുടെ ക്ലാസ്സൊക്കെ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷെ അതിനു മുമ്പ് തന്നെ ഇത്രയും വലിയൊരു നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു ശരിക്കും ഈ 10 days ഓറിയന്റേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് തന്നെ. കാരണം ഇതൊക്കെയാണ് ശരിക്കും
എല്ലാവർക്കും വേണ്ടത്, പലർക്കും ഇല്ലാത്തതും നമുക്കിപ്പോൾ കിട്ടുന്നതുമായിട്ടുള്ള ഈ ഗോൾഡൻ മൊമെന്റ്സ് ഒക്കെ നമ്മൾ എപ്പോഴും സൂക്ഷിച്ചു വെക്കുക. ഓക്കെ, താങ്ക് യു. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, അധികം ഒന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഈ സെന്റ് ആന്റണീസ് കോളേജിൽ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഓരോ വിദ്യാർത്ഥിനികൾക്കും സന്തോഷകരമായ, അതായത് ജീവിതത്തിലെ എന്നും മറക്കാനാവാത്ത ഓർമ്മകളെ സമ്മാനിക്കുന്ന ഒരു കലാലയ ജീവിതം ആശംസിക്കുന്നു. ഒപ്പം ഇവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നല്ല ഒരു ജോലിയും നല്ല ഒരു ഭാവിയും നല്ലൊരു കരിയർ ഡെവലപ്മെന്റും ഒക്കെ ഉണ്ടാവാനായിട്ട് എല്ലാവിധ ഈശ്വരാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥമായി ആശംസിക്കുന്നു. താങ്ക് യു. ഈ 10 ദിവസത്തെ ഓറിയന്റേഷൻ പ്രോഗ്രാം ഇത് പ്രധാനമായും ഉദ്ദേശിച്ച UGCയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ വ്യത്യസ്തമായ സ്കൂൾ ജീവിതങ്ങളിൽ അല്ലെങ്കിൽ ചുറ്റുപാടുകളിലൊക്കെ ജീവിച്ച നിങ്ങൾക്ക് ഒട്ടും പരിചിതമല്ലാത്ത ഒരു സാഹചര്യമാണ് കോളേജ് അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഈ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ കോളേജ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഈ 10 ദിവസത്തെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന്റെ ഉദ്ദേശം. UGCയുടെ